കൈത്തന തൃശ്ശൂർ വന്നേക്കാണ് ഞാൻ. നാളെ തൃശ്ശൂർ പൂരമാണല്ലോ, അപ്പം ഇവിടേക്ക് ഇന്ന് കറങ്ങാമെന്ന് വെച്ച് മക്കളില്ല കേട്ടോ. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ കാണാൻ, ചമയപ്രദർശനം കാണണം, അങ്ങനെ കുറേ പരിപാടികളുണ്ട്. അപ്പോൾ കണ്ടു നോക്ക്. ഹേ ഗായ്സ്, രാവിലെ എഴുന്നേറ്റപ്പോൾ അത്യാവശ്യം മഴയൊക്കെ ഉണ്ട്. എന്തായാലും പോകാൻ വിചാരിച്ചല്ലേ എന്ന് വെച്ചാൽ നേരെ ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷനിൽ പോയി ടിക്കറ്റ് എടുത്തു, തൃശ്ശൂർ പാസഞ്ചറിൽ കയറി, അങ്ങനെ യാത്ര തുടങ്ങി. അപ്പോൾ മക്കളൊന്നും ഇല്ലാതെ ഒറ്റയ്ക്കാണ് കേട്ടോ യാത്ര. മക്കളുടെ ഹസ്ബൻഡിൻ്റെ അടുത്താക്കി. തൃശ്ശൂർ പൂരത്തിൻ്റെ തലേന്നല്ലേ, അപ്പം അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടാവും, കുട്ടികളെ കൊണ്ടുപോയാൽ പറ്റില്ല. അങ്ങനെ പൂങ്കുന്നത്തിറങ്ങി നടക്കാണ് കേട്ടോ. ദാ ഈ കാണുന്നതാണ് തിരുവമ്പാടി ശ്രീകൃഷ്ണ ക്ഷേത്രം. തൃശ്ശൂർ പൂരത്തിന് പ്രധാന പങ്ക് വഹിക്കുന്ന 2 ക്ഷേത്രങ്ങളിൽ ഒന്നാണ് തിരുവമ്പാടി ക്ഷേത്രം, മറ്റൊന്ന് പാറമേക്കാവ് ക്ഷേത്രവുമാണ്. അങ്ങനെ പുറത്തുനിന്ന് തൊഴുതു, കാഴ്ചകളൊക്കെ കണ്ടു. അപ്പോൾ ആദ്യം പൂങ്കുന്നത്ത് ഇറങ്ങിയിട്ട് തിരുവമ്പാടി ക്ഷേത്രത്തിൻ്റെ അടുത്ത് വന്നേക്കാണ്. അപ്പോൾ ഇവിടെ ഉള്ള കാഴ്ചകളൊക്കെ കണ്ട് ചമയപ്രദർശനം കണ്ടിട്ട് വടക്കുന്നാഥൻ്റെ അടുത്തോട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും കണ്ടു നോക്കൂ. അങ്ങനെ കുറച്ച് നടന്നപ്പോഴേക്കും ഞാൻ കൗസ്തുഭ ഓഡിറ്റോറിയത്തിലെത്തി. ഇവിടെയാണ് തിരുവമ്പാടി ദേവസ്വത്തിൻ്റെ ചമയപ്രദർശനം നടക്കുന്നത്. 10:30 ആയപ്പോഴേക്കും ഞാൻ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ മഴയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ഇതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കാം ആളുകൾ കുറവായിരുന്നു. അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് നടക്കുകയാണ്. പിന്നെ ലൈവും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ലൈവൊക്കെ ചെയ്താലേ എന്ന് വിചാരിച്ച് ഞാനൊന്ന് സമാധാനത്തിലിരുന്നു. കാരണം എനിക്ക് ഭയങ്കര തലവേദനയായിരുന്നു പിറ്റേന്ന് തൊട്ട്. അതുകൊണ്ട് തന്നെ പൂരത്തിന് പോകാൻ എനിക്ക് സാധിച്ചില്ല. എൻ്റെ അങ്കിളിൻ്റെ വീട്ടിലേക്ക് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പൂരത്തിൻ്റെ അന്ന് പോകാൻ. പക്ഷേ എനിക്ക് ഒന്നിനും കഴിഞ്ഞിരുന്നില്ല, ഭയങ്കര തലവേദന, സ്ക്രീനിലൊന്നും നോക്കാൻ പറ്റുന്നില്ല. പിന്നെ മക്കളെയും കൊണ്ട് പോലെ റിസ്ക്കാണ് പൂരത്തിനൊക്കെ, പിന്നെ അവർക്കും വയ്യായിരുന്നു. അപ്പോൾ എന്തായാലും ഇനി അടുത്ത കൊല്ലമാവാമെന്ന് വിചാരിച്ചു. വയ്യാത്തതുകൊണ്ടാണ് കേട്ടോ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ഇത്രയും ലേറ്റ് ആയത്. നിങ്ങൾ കാണുമ്പോൾ തൃശ്ശൂർ പൂരമൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. സോറി. ഈ ചമയങ്ങൾ കാണാൻ സാധിച്ചതും അതുപോലെ തന്നെ പൂരവിളംബരമൊക്കെ കാണാൻ സാധിച്ചു. അതൊക്കെ ഭയങ്കര സന്തോഷമായിട്ട് തോന്നി. നിങ്ങളാണെങ്കിലും ഇപ്രാവശ്യം കാണാൻ സാധിച്ചില്ലെങ്കിൽ അടുത്ത കൊല്ലം വന്നിട്ട് കാണാനായിട്ട് ശ്രമിക്കണേ. ഞാനൊരു ഓട്ടോ പിടിച്ചിട്ട് വടക്കുന്നാഥ ക്ഷേത്രത്തിൻ്റെ അടുത്തോട്ട് പോവാണ്. കാരണം അവിടെ പൂരവിളംബരം നടക്കും. അപ്പോൾ ആദ്യം പടിഞ്ഞാറേ ഗോപുരനടയിലാണ് പോയത്. കാരണം എറണാകുളം ശിവകുമാർ നെയ്തിലക്കാവമ്മയുടെ തിടമ്പേറ്റി ക്ഷേത്രത്തിനകത്തോട്ട് പ്രവേശിക്കുന്നത് പടിഞ്ഞാറേ ഗോപുരനട വഴിയാണ്. പിന്നീട് തെക്കേ ഗോപുരനട വാതിൽ വഴി വന്ന് പൂരവിളംബരം നടത്തും. അപ്പോൾ ആ കാഴ്ച കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് ജനങ്ങൾ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഒപ്പം മീഡിയക്കാരും ഉണ്ട്. കണ്ടില്ലേ, മൂടിയൊരു ക്ലൈമറ്റാണ്. അങ്ങനെ ഞാൻ അവിടെ നിന്ന് വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട്. അവിടെ കണ്ട ഒരു പയ്യനെ കൊണ്ട് ഫോട്ടോസും റീൽസൊക്കെ എടുപ്പിച്ചു കേട്ടോ. പേരൊക്കെ ചോദിക്കാൻ വിട്ടുപോയി. ആൾ കാണുന്നുണ്ടെങ്കിൽ താങ്ക്സ് എ ലോട്ട്. ഇനിയും പൂരവിളംബരത്തിനായിട്ട് കുറേ സമയമെടുക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് ഞാൻ നേരെ പാറമേക്കാവിൻ്റെ ചമയപ്രദർശനം കാണാനായിട്ട് പോന്നു. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ബസ്സിൽ കയറിയിട്ട് പോകാമെന്ന് ചോദിച്ചു. ഞാൻ അവിടെ നിന്ന് കുറച്ച് ഉള്ളൂ, വേണമെങ്കിൽ നടക്കാം. പക്ഷേ അപ്പോഴേക്കും കാഴ്ചകളൊക്കെ മിസ്സാവണ്ടല്ലോ എന്ന് വിചാരിച്ചു ഞാൻ ബസ് പിടിച്ചിട്ട് പോയി. ഓട്ടോനേക്കാളും ബസ്സാണ് കുറച്ചും കൂടെയും ബെറ്റർ കേട്ടോ. നടക്കുന്നതാണ് ഇതിന് രണ്ടിനേക്കാളും നല്ലത്. എന്നാലും ഞാൻ ബസ് എടുത്തു. ഇനി ക്ഷീണമാവണ്ട, പിന്നെ സമയവും വൈകും. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളാണ് ഈ കാണുന്നത്. അത്യാവശ്യം തിരക്കുണ്ട്. പിന്നെ ഇത് റോഡ് സൈഡിൽ തന്നെയാണല്ലോ, ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്തുള്ള അഗ്രശാലയിലാണ് പ്രദർശനം ഉണ്ടായിരുന്നത് കേട്ടോ. പിന്നെ 11:30-12 മണി സമയമൊക്കെ ആകുമ്പോൾ എല്ലാവരും എത്തുന്നൊരു സമയമാണ്. ആളുകളൊക്കെ അത്യാവശ്യം ഉണ്ട്. തിരക്കോണ്ട് എനിക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല, അത്രയും റഷായിരുന്നു അവിടെ. അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ചിങ്ങനെ നടക്കുകയാണ് കേട്ടോ. അപ്പോൾ 2 വിഭാഗക്കാരുടെയും ചമയങ്ങൾ കണ്ടു, ആസ്വദിച്ചു. എനിക്ക് രണ്ടും ഇഷ്ടപ്പെട്ടു, മനോഹരമായിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇത്തരം കാഴ്ചകളൊക്കെ ഒന്ന് കാണേണ്ടത് തന്നെയാണ്, നമ്മൾ മിസ് ചെയ്യാൻ പാടില്ല. പ്രത്യേകിച്ച് തൃശ്ശൂർക്കാർ നമ്മൾക്ക് പറ്റുന്ന സമയങ്ങളിലൊക്കെ 2 ദിവസമാണല്ലോ ചമയപ്രദർശനം ഉണ്ടാവുക. അപ്പോൾ അത് വന്ന ഏതെങ്കിലും ഒരു ദിവസം ഇനി അടുത്ത കൊല്ലങ്ങളിലും കാണാനായിട്ട് ശ്രമിക്കണം. അങ്ങനെ ഞാനിങ്ങനെ വേഗം പോകാമെന്നുള്ള പ്ലാനിലാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പൂരവിളംബരം നടക്കുന്ന സമയമായിട്ടുണ്ട്. പിന്നെ അവിടെ നല്ല തിരക്കും ഉണ്ടാവും. അപ്പോൾ അതിനുള്ളിൽ അവിടെ എത്തണം. ഇനി ഓട്ടോ പിടിക്കണോ, ബസ് പിടിക്കണോ, അല്ലെങ്കിൽ നടക്കണോ എന്നുള്ളൊരു കൺഫ്യൂഷനാണ്. എന്തായാലും നടന്നു വരുമ്പോൾ ടയേർഡാവും. അപ്പോൾ എന്തായാലും ഈ കാഴ്ചകളൊക്കെ ഒന്ന് ജസ്റ്റ് കണ്ട് വീഡിയോ പകർത്തി പോവാന്ന് കരുതി ചമയങ്ങളെല്ലാം കണ്ട് ഇറങ്ങി വേഗം ഓട്ടോ പിടിച്ച് തെക്കേ ഗോപുരനടയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. എക്സിബിഷൻ ഹാളാണ് നമ്മളിപ്പോൾ കണ്ടത്. അവിടെ ഒന്നും ഞാൻ കയറിയില്ല, കാരണം മക്കളെയും കൂട്ടിയിട്ട് പോകണം അങ്ങോട്ട്.
പിന്നീട് ഒരു ദിവസം അവനെ കൂട്ടാമെന്ന് ഞാൻ പറഞ്ഞതുകൊണ്ട് ഇനി വീഡിയോ എടുത്ത് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെന്നെ ഓടിക്കും. അങ്ങനെ ഞാൻ അവിടെ എത്തിയപ്പോഴുള്ള കാഴ്ചയാണ് ഈ കാണുന്നത്. ഇവിടെ എവിടെ പോയി ഞാൻ വീഡിയോ എടുക്കും, ഇവിടെ നിന്നാൽ ക്ലിയർ ആവുമോ, അങ്ങനെയുള്ള ടെൻഷനിലായി. എന്തായാലും ഒന്ന് ഇടയിൽ കൂടെ ഒന്ന് കയറി നോക്കാമെന്ന് വിചാരിച്ച് ഞാൻ അപ്പോൾ എങ്ങനെയൊക്കെയോ ഞാൻ തിരക്കിനിടയിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കണ്ടില്ലേ, ഈ തിരക്കിനിടയ്ക്ക് എങ്ങനെ അവിടെ എത്തിപ്പെടുന്നൊന്നും എനിക്കറിയില്ല. എത്തണോത്തോളം എത്തട്ടെ എന്ന് ചോദിച്ചു. അപ്പോഴേക്കും ശിവകുമാർ നെയ്തിലക്കാവ് അമ്മയുടെ തിടമ്പേറ്റി പൂരവിളംബരത്തിനായിട്ട് വരാണ്. അപ്പോൾ പിന്നെ ഇനി നടക്കാൻ നിന്നില്ല, കിട്ടുന്നിടത്ത് നിന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. യുനെസ്കോ തൃശ്ശൂർ പൂരത്തിന് ദ മോസ്റ്റ് സ്പെക്ടാക്കുലർ ഫെസ്റ്റിവൽ ഇവൻറ്റ് ഓൺ ദ പ്ലാനറ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതായത് ഈ ഗ്രഹത്തിൽ തന്നെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ഉത്സവം അല്ലെങ്കിൽ ഒരു പരിപാടിയായിട്ടാണ് തൃശ്ശൂർ പൂരത്തിനെ കണക്കാക്കുന്നത്. അപ്പോൾ പൂരങ്ങളുടെ പൂരമായിട്ടുള്ള തൃശ്ശൂർ പൂരം കാണാനായിട്ട് ലോകത്തെ പല ഇടങ്ങളിൽ നിന്നായിട്ട് ആളുകൾ എത്താറുണ്ട് അല്ലേ, എല്ലാ വർഷവും. അപ്പോൾ ഇന്ന് തലേന്നായിട്ട് പോലും ഇത്ര ജനങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ ആ ഒരു പൂരത്തിൻ്റെ പെരുമ എത്രയാണെന്നുള്ളത് നമുക്കറിയാമല്ലോ. ഇതിപ്പോൾ തൃശ്ശൂർക്കാർ മാത്രമായിരിക്കില്ല, ഒരുപാട് പേരുണ്ടാവും അങ്ങനെ. അപ്പോൾ അവിടെ പല ജില്ലകളിൽ നിന്നായി അല്ലെങ്കിൽ പല സ്റ്റേറ്റ്സിൽ നിന്ന് അല്ലെങ്കിൽ ടൂറിസ്റ്റുകൾ അങ്ങനെയുള്ള ഒരുപാട് ആളുകളുണ്ട് അവിടെ. അപ്പോൾ എല്ലാവരും കൂടി നിന്ന് ആ ഒരു കാഴ്ച കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ എന്താ പറയുക, ഞാനൊരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് തൃശ്ശൂർ പൂരത്തിൻ്റെ ആ ഒരു സമയത്തിൽ തൃശ്ശൂർ എത്തുന്നത്. ഞാൻ പണ്ട് സിറ്റി ചാനലിൽ വർക്ക് ചെയ്യുന്ന സമയത്താണ് തൃശ്ശൂർ പൂരം റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. പിന്നെ ഞാൻ തിരുവനന്തപുരത്തോട്ട് പോയി, പിന്നെ മക്കളായി, അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും എനിക്ക് പൂരത്തിൻ്റെ സമയത്ത് തൃശ്ശൂർ എത്താനായിട്ട് സാധിക്കാറില്ല. പക്ഷേ ഈ കൊല്ലം എന്തോ ഭാഗ്യത്തിന് തലേന്നെങ്കിലും പോകാൻ പറ്റി. അപ്പോൾ അടുത്ത കൊല്ലം ഭാഗ്യമുണ്ടെങ്കിൽ തൃശ്ശൂർ പൂരത്തിന് പോകാൻ കഴിയട്ടെ എന്നാണ് എൻ്റെ ഒരു പ്രാർത്ഥന. അങ്ങനെ തൃശ്ശൂർക്കാർക്ക് മാത്രമല്ല എല്ലാവർക്കും ഒരു സ്പെഷ്യൽ ഫീലിംഗ് ആണ് അവിടെ ചെല്ലുമ്പോൾ. ഭയങ്കര നമുക്ക് കേരളീയർക്ക് മൊത്തം അഭിമാനിക്കാവുന്ന ഒരു ഇവൻ്റ് തന്നെയാണ് ഈ ഒരു തൃശ്ശൂർ പൂരം. അങ്ങനെ കണ്ടില്ല തിരക്കൊക്കെ. അപ്പോൾ ഈ തിരക്കൊഴിഞ്ഞിട്ട് കുറച്ചും കൂടെയും അടുത്തോട്ട് പോയിട്ട് വിഷ്വൽസൊക്കെ എടുക്കണം, റീൽസ് എടുക്കണം എന്നൊക്കെ വിചാരിച്ചാണ് ഞാനവിടെ നിൽക്കുന്നത്. ഇനിയിപ്പോൾ എക്സിബിഷനും കാര്യങ്ങളൊന്നും പോകുന്നില്ല. പിന്നെ ചമയം ഓൾറെഡി കണ്ടിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ, ഇവിടുത്തെ തിരക്കൊക്കെ ഒഴിഞ്ഞു തുടങ്ങി. വിളംബരം കഴിഞ്ഞ് ശിവകുമാർ അങ്ങോട്ട് പോവാണ്. അപ്പോൾ ആളുകളൊക്കെ പുറകെ ഓടുന്നുണ്ട്. അപ്പോൾ ഇവിടെ കുറച്ച് പേര് നിന്ന് റീൽസും ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് എന്നെ പോലെ. അങ്ങനെയായിട്ട് നല്ല വൈബായിരുന്നു അവിടെ നിൽക്കാൻ. അപ്പോഴാണ് എൻ്റെ ഫ്രണ്ട് സ്വപ്നലിനെ കണ്ടത്. ഓൾറെഡി ആളവിടെ എത്തിയിട്ടുണ്ടെന്ന് പറയുന്നു, എനിക്ക് കാണാൻ സാധിച്ചിരുന്നില്ല. എൻ്റെ ക്ലാസ്മേറ്റാണ് സ്വപ്നയിൽ. അപ്പോൾ എന്നെ കണ്ടപ്പം ഞങ്ങളിങ്ങനെ കുറച്ച് നേരം സംസാരിച്ചിരുന്നു. പിന്നെ ഞാൻ ആരെ കണ്ടാലും വീഡിയോസൊക്കെ എടുപ്പിക്കുമല്ലോ, അങ്ങനെ വീഡിയോസൊക്കെ എടുപ്പിച്ചു, ഫോട്ടോസ് എടുത്തു. അതിനിടയ്ക്ക് എനിക്ക് ഫോൺ പണി തന്നിരുന്നു. ഫോൺ ഇങ്ങനെ ഹാങ് ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു, ഓവർ ഹീറ്റിംഗ് ഇഷ്യൂസ് കാണിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ എങ്ങനെയൊക്കെയോ വീഡിയോ ഒക്കെ എടുത്തു. അതുകൊണ്ട് ഇവിടെ അധികം വീഡിയോസൊന്നും കിട്ടിയില്ലെങ്കിലും നല്ലൊരു ദിവസമായിരുന്നു. എൻജോയ് ചെയ്തു പോന്നു, അത്രയേ ഉള്ളൂ. ബൈ.